ഹായ് ഹലോ, ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ? നമ്മുടെ നല്ല നെയ്മീൻ കൊണ്ടുള്ള നെയ്മീൻ ബിരിയാണിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്ന് ഞങ്ങള് മാർക്കറ്റിൽ പോയപ്പോഴേ നല്ല വലിയൊരു നെയ്മീൻ കണ്ടോ. അപ്പോ ഇങ്ങനത്തെ നെയ്മീൻ നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇതിന്റെ പേര് യെല്ലോ ടെയിൽ കിങ് ഫിഷ് എന്നാണ്. നമ്മുടെ നാട്ടിൽ കുറച്ചുകൂടി സിൽവർ കളറിലുള്ളതല്ലേ, അതും ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പൊ ഇതിനാണ് കൂടുതൽ ടേസ്റ്റ് എന്ന് പറഞ്ഞ് ഇത് ഞങ്ങൾ വാങ്ങിച്ചത്. നമ്മുടെ നാട്ടിൽ ഒരു 800 രൂപയ്ക്ക് ഇത്രയും വലിയ മീൻ കിട്ടിട്ടോ ഞങ്ങൾക്ക് ഇവിടെ. അപ്പൊ ഈ ഫിഷ് കട്ട് ചെയ്തിട്ടേ ഞാൻ ഓരോന്നിനുള്ള പീസുകൾ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പോവാണേ. ബിരിയാണിക്ക് വേണം. എനിക്ക് ഒരു ദിവസം ഫിഷ് മോളി ഉണ്ടാക്കണമെന്നുണ്ട്. പിന്നെ കുറച്ച് മീൻകറിക്ക് എടുക്കാം, തലയും വാലൊക്കെ മീൻകറിക്കും എല്ലാം എടുക്കാം. അപ്പൊ അങ്ങനെ എല്ലാത്തിനുള്ള രീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുക്കും കേട്ടോ മീൻ. ഫിഷ് ബിരിയാണിക്ക് വേണ്ടി ഞാൻ 2 ടൈപ്പായിട്ട് കട്ട് ചെയ്ത്, റൗണ്ടിലും കട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ മുള്ളില്ലാത്ത പീസുകളായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മീൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഫുൾ സ്പൂൺ മുളക് പൊടി എടുക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട്, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും, ആവശ്യത്തിന് ഉപ്പും, ഒരു ചെറിയ ലെമണിന്റെ ഫുൾ നീരും എടുക്കുന്നുണ്ട് കേട്ടോ. ഈ മസാല ഉണ്ടല്ലോ 1 സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇതിലോട്ട് 2 ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താലോട്ടോ നല്ലതായിട്ടൊന്ന് മിക്സ് ആകത്തുള്ളേ. ഞാൻ 1.5 കിലോ നെയ്മീനാട്ടോ എടുത്തേക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ മസാല ഈ മീനിലോട്ടെല്ലാം നല്ലതായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് കുറഞ്ഞത് ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് ഇത് മാരിനേറ്റ് ചെയ്ത് എടുക്കണേ. അല്ല എങ്കിൽ നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഒരു ദിവസം മുന്നേ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന കേട്ടോ നല്ലത്. മാരിനേറ്റ് ചെയ്യാൻ വെക്കുന്നതിന് മുന്നേ തന്നെ ഇതിലോട്ട് കുറച്ച് ഓയിലും കൂടി ഒന്ന് തടയി കൊടുക്കണം കേട്ടോ. അപ്പൊ നമ്മള് ഫിഷ് ഫ്രൈ ചെയ്യുമ്പോഴേ ഇതിന്ന് മസാല ഒന്നും വിട്ടുപോരത്തില്ല കേട്ടോ. അയ്യോ, ഇപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടാവും ഈ വീഡിയോന്റെ തുടക്കത്തിൽ എന്നെ എന്തോ കോലത്തില കണ്ടേന്ന്. അത് നമ്മൾ മീൻ വെട്ടാനുള്ള ഒരുക്കത്തിലല്ലായിരുന്നോ. ഇതിപ്പോ ഞാൻ മീൻ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണേ. അപ്പൊ ഞാൻ ബിരിയാണിക്കുള്ള എല്ലാ സാധനങ്ങളും ഒന്നും അടുപ്പിച്ച് വെക്കുവാണേ. അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. ഫിഷ് നമ്മൾ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. നമുക്ക് ഇനി സവാളയൊക്കെ ഞാൻ തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി 2 രീതി കട്ട് ചെയ്തെടുക്കണം. ഇത് ഒന്ന് നമ്മൾ വറക്കാൻ സവാള ഒന്ന് വറക്കുമല്ലോ, ആ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ആദ്യം നമുക്ക് ഈ കാഷ്നട്ടും കിസ്മിസും വറുത്തെടുക്കാം. അതിനുശേഷം സവാള വറുത്തതിന് ശേഷം അതേ എണ്ണയിൽ തന്നെ നമുക്ക് മീനും വറുക്കാം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഞാൻ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി ഒരു പരന്ന പാൻ അടുപ്പത്ത് വെക്കാം കേട്ടോ. അപ്പൊ ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഫിഷും ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം എണ്ണ ഒഴിച്ച് നല്ലതായിട്ട് ചൂടായതിനു ശേഷം കാഷ്നട്ടും കിസ്മിസും വറുത്തെടുക്കാം കേട്ടോ. അങ്ങനെ കാഷ്നട്ടും കിസ്മിസും നമ്മൾ വറുത്ത് കോരുക കേട്ടോ. നമ്മൾ ഇതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ സവാളയും വറുക്കാൻ പോകുന്നത്. എന്നിട്ട് ഇതിലോട്ടുണ്ടല്ലോ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യണേ. അപ്പൊ നമ്മൾ ഈ സവാള വറുത്ത് കോരുമ്പോണ്ടല്ലോ നല്ല കാരമലൈസ് ആയിരിക്കും, നല്ല അങ്ങനെ കയ്പ് ഉണ്ടാവില്ല കേട്ടോ. സവാളയും നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പൊ സവാളയും നമുക്ക് വറുത്ത് കോരാം. ഇനി ഇതേ എണ്ണയിൽ തന്നെയാട്ടോ നമ്മൾ മീനും വറുക്കുന്നത്. മീൻ നല്ലതായിട്ട് മുരിയണമെന്നൊന്നും ഇല്ല കേട്ടോ. നമ്മൾ 2 സൈഡും മറിച്ചും തിരിച്ചിട്ട് ലൈറ്റ് ആയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയേ. നമ്മുടെ മീൻ ഏകദേശം ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ എണ്ണയിൽ നിന്ന് അത് എടുക്കുവാണേ. എന്നിട്ട് ബാലൻസ് ഉള്ള മീനും കൂടി ഇതേമാതിരി ഞാൻ വറുത്തെടുക്കാൻ പോവാണേ. ആ ബാച്ച് ഫിഷ് അവിടെ ഫ്രൈ ആവുമ്പോഴത്തേക്ക് നമുക്ക് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാമേ. ഞാൻ 4 കപ്പ് ജീരക സാമ്പാർ റൈസ് ആട്ടോ എടുത്തേക്കുന്നത്. അപ്പൊ ഏകദേശം ഒരു 800 ഗ്രാം വരും കേട്ടോ ഇത്. എന്നിട്ട് ഇത് വെള്ളത്തിലൊന്നും കുതിരാൻ വെക്കത്തില്ല, അപ്പൊ തന്നെ വാഷ് ചെയ്തിട്ട് നമ്മൾ എടുക്കുക ചെയ്യുന്നത്. ഞാൻ ഇലക്ട്രിക് കുക്കറിലാട്ടോ റൈസ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ വെള്ളം വറ്റിച്ചെടുക്കുന്ന രീതിയിലാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതിലോട്ട് ഞാൻ ആദ്യം 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുകയാണ്. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി എണ്ണയിലോട്ടുണ്ടല്ലോ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, തക്കോലം, പെരിഞ്ചീരകം, ബേ ലീഫ് എല്ലാം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിന്റെ ഫ്ലേവേഴ്സ് എല്ലാം എണ്ണയിലായിട്ട് ഇറങ്ങി കഴിയുമ്പോഴേ നമ്മൾ ഒരു കൈപ്പിടി സവാള ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് ഈ സവാള ഒന്ന് സോഫ്റ്റ് ആവുന്ന വരെ ഒന്ന് വഴറ്റിയാൽ മതിയേ. സവാള ഒന്ന് സോഫ്റ്റ് ആവുന്ന ശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കാം കേട്ടോ. അരിയും ഒരു 5 മിനിറ്റ് ഒന്ന് ലൈറ്റ് ആയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. നമ്മൾ ഗ്യാസ് അടുപ്പിലാണെങ്കിലും ഇലക്ട്രിക് കുക്കറിലാണെങ്കിലും നമ്മൾ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന അനുപാതത്തിലാട്ടോ ഒഴിക്കുന്നത്. പക്ഷെ നമ്മുടെ അരിയുടെ അളവ് കൂടുന്നതനുസരിച്ചിട്ട് ഇപ്പൊ ഞാൻ ഇവിടെ 4 കപ്പ് അരിയാണ് എടുത്തേക്കുന്നത്. അപ്പൊ 8 കപ്പ് വെള്ളം ഒഴിക്കണം. പക്ഷെ നമ്മൾ 1 കപ്പ് വെള്ളം കുറച്ചാട്ടോ ഒഴിക്കാമുള്ളൂ, അല്ലെങ്കിൽ അരി ഒരുപാട് വെന്ത് പോകും. അപ്പൊ ഞാൻ 7 കപ്പ് വെള്ളം ആട്ടോ ഇവിടെ ഒഴിക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം.
ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണേ, കാരണം എന്നാലാണ് അരി വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റ് പാകത്തിനുള്ള ഉപ്പ് ഉണ്ടാവത്തുള്ളേ. ഇനി അരി വെന്തൊടയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു അരമുറി നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എൻ്റെ ഇല്ല, അതുകൊണ്ട് ഞാൻ ഒഴിക്കുന്നില്ല. എന്നിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ നമുക്ക് റൈസ്. പക്ഷെ ഇടയ്ക്കെന്ന് പറഞ്ഞാൽ എപ്പോഴും അല്ല, ഇടയ്ക്കൊന്ന് അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണേ. എന്നിട്ട് നമുക്ക് വെള്ളം വറ്റിച്ച് അരി വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ആ മീൻ വറുത്ത് വെച്ച എണ്ണ ഉണ്ടല്ലോ, ആ എണ്ണ ആദ്യം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് തികയാത്ത എണ്ണ നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാമേ. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് എണ്ണയിൽ കിടന്ന് നല്ലതായിട്ട് വഴറ്റി ഇതിന്റെ പച്ചമണം മാറി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും തക്കാളിയും ഇട്ട് കൊടുക്കാമേ. ഇനി സവാള പെട്ടെന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് സവാള നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ട് വഴണ്ടി വരുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ടുണ്ടല്ലോ ഒരു 3 ടീസ്പൂൺ ബിരിയാണി മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു 1/4 കപ്പ് തൈരും കൂടി ഇട്ടിട്ട് ഈ മസാലയെല്ലാം നല്ലതായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇനി ഇതിലോട്ടുണ്ടല്ലോ ഒരു കൈപ്പിടി പുതിനയിലയും മല്ലിയിലയും കൂടി അരിഞ്ഞത് ആഡ് ചെയ്യണേ. രണ്ടും ഈക്വൽ എമൗണ്ട് ആട്ടോ എടുക്കേണ്ടത്. ഇനി ഇതിലോട്ടുണ്ടല്ലോ ഒരു 1.5 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന്റെ കൂടെ തന്നെ ഒരു അരമുറി നാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചു കൊടുക്കാൻ മറക്കല്ലേ. എൻ്റെ ഇല്ല, അതുകൊണ്ട് ഞാൻ ഒഴിക്കുന്നില്ല കേട്ടോ. എന്നിട്ട് ഈ മസാലകളെല്ലാം നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം, ഉപ്പ് കുറവുണ്ടോ അല്ലെങ്കിൽ മസാലകളുടെ എന്തെങ്കിലും കുറവുണ്ടോ, അതെല്ലാം നമുക്ക് ഈ സ്റ്റേജിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതിലോട്ട് ഒരു 1/4 കപ്പ് ചൂടുവെള്ളം ആട്ടോ ഒഴിക്കാൻ പോകുന്നത്. ചൂടുവെള്ളം എല്ലാം ഒഴിച്ച് നല്ലതായിട്ട് മിക്സ് ചെയ്ത് മസാലയൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ മീൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ മീൻ ഇട്ട് കൊടുത്തിട്ടേ ഇത് ഇളക്കരുത് കേട്ടോ. ഇളക്കി കഴിഞ്ഞാൽ ഈ മീനെല്ലാം പൊടിഞ്ഞു പോവേ. നമ്മുടെ ചിക്കൻ ബിരിയാണിക്കൊക്കെ ഇളക്കുന്ന പോലെ ഇളക്കരുത്. ഇതിന്റെ പുറത്തോട്ട്, ഈ മീനിന്റെ പുറത്തോട്ട് ഇങ്ങനെ മസാല ഇങ്ങനെ തടവി മുകളിലോട്ട് മൊത്തം ഈ മസാല ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യേണ്ടത്. എന്നിട്ടുണ്ടല്ലോ നമ്മൾ ആ ഒഴിച്ച വെള്ളം എല്ലാം വറ്റി എണ്ണയൊക്കെ നല്ലതായിട്ട് തെളിഞ്ഞ് വരുമ്പോഴാട്ടോ നമ്മൾ ഇത് ഓഫ് ചെയ്യാൻ പോകുന്നത്. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പൊ തന്നെ ഈ മീനെടുത്ത് ദം ചെയ്യാൻ പോകരുത്. ഇത് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഇതൊന്ന് അടച്ചു വെച്ച് ഈ മീനിൽ ആ മസാലയൊക്കെ പിടിക്കാൻ ഒരു അരമണിക്കൂർ സമയം കൊടുത്താൽ അതായിരിക്കട്ടെ ഏറ്റവും നല്ലത്. വേണമെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ ദം ചെയ്യാം, പക്ഷെ ഒരു അരമണിക്കൂർ വെച്ച് ചെയ്യുമ്പോൾ ആ മീനിൽ നല്ല ഉപ്പും ആ പുളിയും മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് ബിരിയാണി ദം ചെയ്യാം കേട്ടോ. അപ്പൊ അതിന് മുന്നേ ഈ മസാല എല്ലാം ഒരു പാത്രത്തിലൂടെ ഞാൻ മാറ്റാൻ പോവാണേ. എന്നിട്ട് താഴെ റൈസിന്റെ ലെയർ ആയിട്ട് കൊടുക്കുന്നത്. ചിക്കൻ ബിരിയാണിക്കൊക്കെ എപ്പോഴും ഞാൻ ചിക്കന്റെ മസാലയുടെ ലെയർ ആണ് കൊടുക്കുന്നത്. പക്ഷെ ഫിഷ് ബിരിയാണിക്ക് ഞാൻ ആദ്യം റൈസിന്റെ ലെയർ ആണ് കൊടുക്കുന്നത്. എന്നിട്ട് അതിന്റെ പുറത്താട്ടോ മീനിന്റെ ലെയർ കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ എടുക്കുമ്പോഴേ ഉടഞ്ഞു പോകും, അതുകൊണ്ടാണ്. ഇനി നമ്മൾ ഈ റൈസിന്റെ മുകളിലോട്ട് മസാലയുടെ ലെയർ കൊടുക്കുകയാണ്. മൊത്തം മസാല നമ്മൾ ഈ ഒറ്റ ലെയറിൽ കൊടുക്കാൻ പോവാട്ടോ. ഒരു 4 പീസ് മീൻ മാത്രം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഏറ്റവും മുകളിൽ ചുമ്മാ ഭംഗിക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ശരിക്കും ഈ മസാല ഇടുന്നതിന് മുന്നേ ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ വിട്ടുപോയി ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇത് പാലിൽ കലക്കി വെച്ച കുങ്കുമപ്പൂവാണ്, അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വറുത്ത് വെച്ച കാഷ്നട്ട്, കിസ്മിസ്, അണ്ടിപ്പരിപ്പ് എല്ലാം ഇട്ട് കൊടുക്കുവാണ്. ഇനി നമ്മൾ ബാലൻസ് ഉള്ള റൈസ് മൊത്തം ഇതിന്റെ പുറത്തോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നല്ലതായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പാലിൽ ഇട്ട് വെച്ച കുങ്കുമപ്പൂ ഉണ്ടല്ലോ, അത് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. അത് ഓപ്ഷണൽ ആട്ടോ ഈ സ്റ്റെപ്പ്, ഇത് വേണമെന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ വറുത്ത് വെച്ച കാഷ്നട്ട്, കിസ്മിസ്, സവാള എല്ലാം ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലും അരിഞ്ഞതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ മാറ്റി വെച്ച മീനുണ്ടല്ലോ, അത് ഇതിന്റെ പുറത്തോട്ട് നല്ല ഭംഗിക്ക് വെച്ച് നമ്മൾ അലങ്കരിക്കുക കേട്ടോ. ഇനി നമുക്ക് ദം ചെയ്യാൻ വേണ്ടിയിട്ട് അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് നല്ല ടൈറ്റ് ആയിട്ട് ഒന്ന് കവർ ചെയ്തതിന് ശേഷം ഒരു പാത്രം വെച്ചിട്ട് അടയ്ക്കുക. പിന്നെ ഞാൻ ഒരു ദോശത്തവ അവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്തോട്ട് ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ്സ് ദം ചെയ്തെടുക്കാം. ഇതിൻ്റെ പുറത്തോട്ട് ഞാൻ വെയിറ്റിന് ഒരു പാത്രത്തിൽ വെള്ളം നിറച്ചതിൻ്റെ പുറത്ത് വെക്കുന്നുണ്ട്, വെയിറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ ഫിഷ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ,
നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ എന്തായാലും കഴിക്കാൻ പോവാം. അപ്പൊ ഞാൻ കുറച്ചൊരു പ്ലേറ്റിലോട്ട് എടുക്കുവാണേ. അതിന്റെ കൂടെ തന്നെ ഞാൻ സാലഡും ഉണ്ടാക്കിയിട്ടുണ്ട്, അതും കുറച്ച് ഇതിലോട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഫിഷ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി ട്രൈ ചെയ്യാൻ മറക്കരുത്. ഇതിപ്പോ ഞാൻ നെയ്മീനിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, നിങ്ങൾക്ക് ആവോലിയിൽ ഉണ്ടാക്കാം. ഏത് മീനും ഉണ്ടാക്കും, നെയ്മീനും ആവോലിയിലൊക്കെ ഉണ്ടാക്കത്തുള്ളൂ. അപ്പൊ നിങ്ങൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി ട്രൈ ചെയ്യാൻ മറക്കരുത്. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ. ചോറ് വെച്ചൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല, ആവോലി വെച്ചുണ്ടാക്കും. ആവോലി നെയ്മീൻ വെച്ചുണ്ടാക്കുന്നത്. അപ്പൊ ഞങ്ങൾ നല്ല രീതിയിൽ ഒന്ന് തർക്കിച്ച തീരുമാനത്തിലെത്തട്ടെ. അപ്പൊ നിങ്ങൾ എന്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റ ബൈ.